ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ കാല് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ഹീജു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സാവോൺ ശരിക്കും വന്ന് തൻ്റെ കാല് ചെക്ക് ചെയ്യുമോ എന്ന് അവൾക്ക് പേടിയാവുന്നു. പക്ഷേ അതൊരു ഫേക്ക് ഫോട്ടോ ആണ് എന്ന് അവൻ പറഞ്ഞത് അവൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അവൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് അവൻ അയച്ചത്. പല പോസ്റ്റിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറേ സമയം മെനക്കെട്ടിട്ടാണ് അവസാനം അങ്ങനെ ഒരു ഫോട്ടോ അവൾക്ക് എടുക്കാൻ പറ്റിയത്. എന്നിട്ട് അത് ഫേക്ക് ഫോട്ടോ ആണ് എന്ന് അവൻ പറഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കാനാണ്? അവന് എന്നെക്കുറിച്ച് എല്ലാം അറിയാമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അവൻ എന്നെക്കുറിച്ച് എന്തറിയാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ കുറേ തെറി വിളിക്കുന്നുണ്ട്. സാവോൺ അവിടെ എത്തിയപ്പോഴേക്കും അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഉറങ്ങാൻ കിടന്നിരുന്നു. നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ ഹീജു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ നേരെ അവളുടെ റൂമിലേക്ക് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം വാതിലിൽ മുട്ടാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് പതുക്കെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറുന്നു. പക്ഷെ അവൻ വരുന്നതിൻ്റെ താല്പര്യമാറ്റം അവൾ കേൾക്കുന്നുണ്ട്. അവൾ പുതപ്പൊക്കെ തലയിലൂടെ വലിച്ചിട്ടിട്ട് കിടക്കുകയാണ്. ഇവനെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നോർത്ത് ടെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. സാവോൺ പതുക്കെ അവളുടെ അടുത്തെത്തി പുതപ്പ് വലിച്ച് മാറ്റാൻ തുടങ്ങുന്നു. അത് മനസ്സിലായതോടെ ഹീജു പുതപ്പിൽ മുറുക്കെ പിടിക്കുന്നുണ്ട്. അവൾ ബലം പിടിക്കുന്നത് കണ്ട് അവൻ വീണ്ടും അങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്. അവൾ അത് പോവാതിരിക്കാനായി തിരിച്ചു വലിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പിടിവലി കുറച്ച് സമയം തുടരുന്നു. അവസാനം സാവോൺ സർവ്വശക്തിയും എടുത്ത് ഒരൊറ്റ വലയെടുക്കുന്നു. ആ സമയത്ത് പുതപ്പ് പൊങ്ങി പോകുന്നു. കൂട്ടത്തിൽ അവളും കൂടി പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ബാലൻസ് തെറ്റി അവനും കൂടി മറിഞ്ഞ് അവളുടെ മുകളിലേക്ക് വീഴുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായെങ്കിലും രണ്ടുപേരും ഇങ്ങനെ ഫേസ് ടു ഫേസ് വരുന്നത് ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് രണ്ടുപേരും കുറച്ച് സമയം ടെൻഷനായി മുഖാമുഖം നോക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഹീജു മുഖം തിരിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡൻഷ്യൽ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്ററുടെ വേക്കൻസി ഉടനെ പബ്ലിഷ് ചെയ്യും. നിനക്ക് ജോലിക്ക് പോകണമെന്നല്ലേ നീ പറഞ്ഞത്? എൻ്റെ ഭാര്യയാണ് എന്ന് കരുതി നിനക്ക് മുൻഗണന എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ജോലി സ്വന്തമാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സാവോൺ ഒഴിഞ്ഞു കിടക്കുന്ന ഡൈനിങ് ടേബിൾ കണ്ടപ്പോൾ അവൾ ആദ്യമായി അവിടെ ഫുഡ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഓർക്കുന്നു. അന്ന് അവൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ വരാൻ ഒരുപാട് വൈകിയതുകൊണ്ട് അവൾ ആ സമയത്ത് അവിടെ നിന്ന് ഉറക്കം തൂങ്ങുന്നതാണ് അവൻ കണ്ടത്. അത് കണ്ടപ്പോൾ അവന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. ഉറക്കം തൂങ്ങി മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നതിനിടയിൽ അബദ്ധത്തിൽ ഹീജു ഉണർന്നപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഭക്ഷണമെല്ലാം അവൾ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവിടേക്ക് ഇരിക്കുന്നു. പക്ഷേ ഫുഡ് അവൻ കഴിക്കുന്നില്ല. ഇത് നമ്മൾ കഴിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അടുത്തത് എന്താണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹീജു മുന്നിൽ നിന്ന് വൈനെടുത്ത് കുടിച്ച ശേഷം എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി അവൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. അവൾക്കൊപ്പം 2-3 സ്റ്റെപ്പൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ നിൽക്കുന്നു. അവൻ്റെ ദേഹത്തെ എന്ന് ഇടിച്ചപ്പോൾ എന്താണ് മതിയാക്കിയത് എന്നവൾ സംശയിക്കുന്നു. അവൾ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നതിനാൽ നേരെ തൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കിസ് ചെയ്യാനെന്ന രീതിയിൽ അവൻ മുഖം അടുപ്പിക്കുന്നു. അങ്ങനെ അവൾ കണ്ണു മടച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്ക് ടിപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? അതിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഹീജു കാര്യം മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അവൻ നേരെ നിന്നിട്ട് നീ എന്നോട് ഫീലിങ്സ് ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. നിന്റെ അമ്മ പറയുന്നതൊക്കെ കേട്ടിട്ട് അതേപോലെ അനുസരിക്കുന്ന ഒരു പാവയായി നീ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള എൻ്റെ വഴിക്ക് ഒരു തടസ്സമായി വരരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാനത് വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്ന് തന്നെ ഹീജുവിനും തനിക്കുമിടയിൽ ഒരു ഗ്യാപ്പ് അവൻ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി ഓർത്തപ്പോൾ സവോണിന് ചെറുതായി കുറ്റബോധം തോന്നുന്നുണ്ട്. ഹീജു ഈ സമയം ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ്. കുറച്ചു മുമ്പ് സവോൺ തൻ്റെ മുകളിലേക്ക് വീണത് ഓർത്തപ്പോൾ അവൾക്ക് ശരിക്കും ഉറങ്ങാനേ പറ്റുന്നില്ല. എന്നാലും അവൻ എന്തായിരിക്കും മറുകിനെ പറ്റി ചെക്ക് ചെയ്യാതിരുന്നത്? അതിനെപ്പറ്റി അവൻ തന്നോട് ചോദിച്ചത് പോലും ഇല്ലല്ലോ എന്നൊക്കെ അവൾ സംശയിക്കുന്നുണ്ട്. പിന്നെ അത് എന്തായാലും തനിക്കെന്താണ് പ്രശ്നം എന്ന് ചിന്തിച്ച് അവൾ സമാധാനത്തോടെ ഉറങ്ങാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നെഴുന്നേറ്റ് ഹാളിലേക്ക് വന്നപ്പോൾ TV ഓൺ ആയിരിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ ഇരിക്കുന്ന സാവോനെ അവൾ കണ്ടത്. അവനെ കണ്ടപ്പോൾ പ്രേതത്തെ കണ്ടതുപോലെ അവളൊന്ന് ഷോക്കായി നിൽക്കുന്നു. നീ എന്താ പ്രേതത്തെ കണ്ടോ എന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം എത്രയായി എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ സമയത്തൊന്നും അവൻ അവിടെ ഉണ്ടാവാറേയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സമയത്ത് അവൻ അവൾ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ശരിക്കും അവൾ ഷോക്കായി പോയത്. ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് അവൻ അവളെ അറിയിക്കുന്നു. അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ല എന്ന് അവൻ പറയുന്നുണ്ട്. താനവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനാണോ അവൻ ഇത് പറയുന്നത് എന്ന് അവൾക്ക് സംശയമാവുന്നു. എന്തായാലും അവൾ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വന്നത് ഓഫ് ചെയ്തിട്ട് വെറും വയറ്റിൽ കോഫി കുടിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കട്ടിംഗ് ബോർഡും കത്തിയും പാത്രവും മറ്റും എടുക്കാനായി അവൻ അവളെ കൂടി സഹായത്തിന് വിളിക്കുന്നുണ്ട്. അവൻ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. ഹീജു അത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നു മുതൽ നിനക്ക് പുതിയ സെക്യൂരിറ്റി ഗാർഡ്സിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്നലെ അവർക്ക് നിന്നെ മിസ്സായി എന്നറിഞ്ഞുവെന്ന് അവൻ പറഞ്ഞത്. പക്ഷേ അത് അവരുടെ ഭാഗത്തെ കുഴപ്പമല്ല, തൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ് എന്ന് ഹീജു ഫോൺ എടുത്ത് അവന് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത്, അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ആരാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കോളേജിൽ പഠിച്ച സീനിയർ ആണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ
നിങ്ങൾ വളരെ ക്ലോസ് ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് അവൾ അതെ എന്ന് മറുപടി നൽകിയപ്പോൾ അവനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അതിന് ഹീജു എന്തോ മറുപടി ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ എന്തായാലും ആ മറുപടി അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. നീ എൻ്റെ സംരക്ഷണയിൽ അടങ്ങിയതുകി കഴിയുകയാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് എന്തിനുള്ള വരവാണെന്ന് മനസ്സിലാവാതെ അവൾ പുറകിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ അവളുടെ പുറകുവശത്ത് നിന്ന് ഒരു പാത്രം എടുത്തുകൊണ്ട് അവൻ തിരികെ പോയി ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട ശേഷം അത് മുഴുവനായി കഴിക്കാൻ അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണ് ആ കിഡ്നാപ്പറുടെ വോയിസ് അനലൈസ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് ദോജയുടെ മെസ്സേജ് അവന് വന്നത്. അത് നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവൻ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ഹിജു അമ്പരപ്പോടെ ചിന്തിക്കുന്നുണ്ട്. ജിസാങ്കു നല്ല ആളാണ് എന്നായിരുന്നു അവൾ നേരത്തെ അവന് മെസ്സേജ് ചെയ്ത് കാണിച്ചത്. അത് കണ്ടിട്ടാണ് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പിണങ്ങിപ്പോയത്. യൂരി എന്ന ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ആരെയോ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന കുറെ ഫാൻസിന്റെ ഇടയിൽപ്പെട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അതുവഴി വന്ന ജിസാങ്കു അവൾ മറിഞ്ഞു വീഴാതെ അവളെ കയറി പിടിക്കുന്നുണ്ട്. സീൻ കുറച്ച് റൊമാൻറ്റിക് ആയിരുന്നതിനാൽ യൂരി കുറച്ച് അത്ഭുതത്തോടെ അവനെ നോക്കി നിൽക്കുന്നു. അവൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി അവൻ്റെ കയ്യിലേക്ക് വീണ് താഴെ വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് പരിസരബോധം വരുന്നത്. അവൻ പെട്ടെന്ന് അവളെ നേരെ നിർത്തുന്നുണ്ട്. പിന്നീടാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അവൾ തന്നെ ആങ്കറായിട്ടുള്ള ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നത് എന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു. നേരത്തെ ചൂട് കോഫി അവന്റെ കയ്യിലേക്ക് അബദ്ധത്തിലാണെങ്കിലും ഒഴിച്ചതിന് അവൾ സോറി പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യം വന്നാൽ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ മടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്റെ നമ്പറുള്ള കാർഡ് കൊടുത്തിട്ടാണ് അവൾ പോയത്. അവൻ അപ്പോൾ തന്നെ അവളുടെ നമ്പർ സേവ് ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഹീജുവിന്റെ ഇൻസ്റ്റ ID എടുത്ത് അവൾ അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കിഡ്നാപ്പറുടെ വോയിസ് ചെറിയ മോഡുലേഷനൊക്കെ വരുത്തി തിരിച്ചു കിട്ടിയെങ്കിലും അതുപയോഗിച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് സാവോണിന് മനസ്സിലാവുന്നു. കൃത്യമായിട്ടുള്ള വോയിസ് ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്ന് അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ ശ്രമിക്കാൻ സാവോൺ അവനോട് പറയുന്നു. അതുവരെ അന്വേഷിച്ചതിൽ നിന്ന് കിട്ടിയ മറ്റു വിവരങ്ങളും ദോജെ സാവോണിന് കൈമാറുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് കിഡ്നാപ്പർ ഹീജുവിന്റെ വണ്ടിലേക്ക് കയറുന്ന സമയത്തെ വീഡിയോ ക്വാളിറ്റി കൂട്ടിയെടുത്തതിൽ നിന്ന് എന്തോ സംശയം തോന്നിയതിനെ പറ്റി ദോജെ അവനോട് പറഞ്ഞത്. ആ വീഡിയോ ദോജെ അവനെ കാണിച്ചു കൊടുത്തിട്ട് തൻ്റെ സംശയം അവനോട് പറയുന്നുണ്ട്. ഹീജു അടുത്ത ദിവസം നഴ്സിംഗ് ഹോമിലുള്ള തൻ്റെ അച്ഛനെ കാണാനായി പോകുന്നു. അവൾ ചെല്ലുന്ന സമയത്ത് അച്ഛൻ ഒരു മൈക്കൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റേജ് പെർഫോമറെ പോലെ റൂമിനുള്ളിൽ നിന്ന് പെർഫോം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടുത്തെ കെയർടേക്കർ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്കുള്ള ഡ്രസ്സൊക്കെ ധരിപ്പിക്കുന്നു. അവർ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഹീജു അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. മുമ്പ് നൈറ്റ് ക്ലബിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു പെർഫോമർ ആയിരുന്നു അദ്ദേഹം. ഇനിയിപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചാണ് അവൾ അദ്ദേഹത്തെ വഴക്ക് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ വീൽ ചെയറിലിരുത്തി അവൾ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് അവൾ കൊണ്ടുവന്നിരുന്ന ഒരു സ്നാക്സ് അദ്ദേഹം കുട്ടികളെ പോലെ കഴിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് അവൾ എങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് അവളോട് പോവരുത് എന്ന് പേടിച്ചതുപോലെ പറയുന്നു. അവളുടെ അമ്മയാണ് അത് എന്ന രീതിയിൽ യൂനി നീ എന്നെ വിട്ട് പോവരുത്, ഞാൻ ഇനി നന്നായി പെരുമാറാൻ ശ്രമിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ എന്നോട് ഇത് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? അന്ന് അമ്മ ബാഗും പാക്ക് ചെയ്ത് പോവാൻ ഇറങ്ങിയ സമയത്ത് അച്ഛൻ അമ്മയോട് ഇത് പറഞ്ഞുകൂടായിരുന്നോ? വഴക്കെങ്കിലും ഉണ്ടാക്കി കൂടായിരുന്നോ? അതേപോലെ എന്നെ അമ്മയ്ക്കൊപ്പം വിടാതിരുന്നുകൂടായിരുന്നോ എന്നൊക്കെ അവൾ അച്ഛനോട് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അവൾ തൻ്റെ മകളായ ഹീജു ആണ് എന്നുള്ള വിവരം അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്ന് തോന്നുന്നില്ല. ഒരു ആങ്കർ ആവണമെന്നതായിരുന്നു എൻ്റെ മകളുടെ സ്വപ്നം. അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നല്ലൊരു ചുറ്റുപാടിൽ അവൾ വളരുന്നതിന് വേണ്ടിയാണ് അന്ന് ഞാൻ അവളെ വിട്ടയച്ചത്. ഏതെങ്കിലും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ അവൾ ആങ്കറായി തീരും, അല്ലെങ്കിൽ എന്നെപ്പോലെ ഏതെങ്കിലും നൈറ്റ് ക്ലബിൽ ചെന്ന് അവസാനിച്ചേനെ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അച്ഛൻ അതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് തന്നെ വിട്ടയച്ചത് എന്നറിഞ്ഞപ്പോൾ ഹീജുവിന് സങ്കടം അടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന സമയത്ത് അവളുടെ പേര് നാ ഹീജു എന്നായിരുന്നു. അത് മാറ്റിയിട്ടാണ് പിന്നീട് ഹോങ് ഹീജു എന്നാക്കിയത്. ഹോങ് ഹീജു ആയി മാറിയ അന്ന് മുതൽ ഞാൻ ഒരിക്കൽ പോലും സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. ഇനയുടെ നിഴലായി മാത്രം ആണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. സംസാരശേഷിയില്ലാത്ത ഒരു ഊമയായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നു. ഞാൻ ആരാണ് എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു പോയിരിക്കുന്നു. എനിക്ക് ഇതാകെ മടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പക്ഷെ മകളെ ആശ്വസിപ്പിക്കണമെന്നുള്ള ബോധമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോഴും കുട്ടികളെ പോലെ ആ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി 10 മണി ആവാറായപ്പോൾ സാവോൺ കിഡ്നാപ്പറുടെ കോൾ വെയിറ്റ് ചെയ്തതുപോലെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹീജു അയച്ചു കൊടുത്ത ആ ഫോട്ടോയെ പറ്റി അവൻ തൻ്റെ ഫ്രണ്ടായ ഹോഗ്ജിനോട് സംസാരിച്ചിരുന്നു. ഭാര്യയുടെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഫോട്ടോ ഒരു സ്ട്രേഞ്ചർ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ട് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ റീസൺ എന്തായിരിക്കുമെന്നാണ് സാവോൺ ഹോഗ്ജിനോട് ചോദിച്ചത്. ഇത് തൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് അവൻ വെളിപ്പെടുത്തുന്നില്ല. മറ്റാർക്കോ വേണ്ടിയാണ് എന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ സ്ട്രേഞ്ചർ അയക്കണമെങ്കിൽ ഭാര്യയുമായി അയാൾ കരുതാത്ത റിലേഷൻ കാണും എന്നാണ് ഹോഗ്ജിൻ പറഞ്ഞത്.
ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണുമോ എന്ന സംശയത്തിലാണ് സാവോൻ ഇപ്പോൾ. അത് മാത്രമല്ല, കിഡ്നാപ്പിംഗ് നടന്ന ദിവസം കിഡ്നാപ്പർ ബലം പ്രയോഗിച്ച് വണ്ടിയിൽ കയറിയതുപോലെയല്ല തോന്നിയത്, മറിച്ച് ഹീജു അയാൾക്ക് കയറാൻ വേണ്ടി ഡോർ തുറന്നു കൊടുത്തതുപോലെയാണ് ഫീൽ ചെയ്തത് എന്ന് അന്നത്തെ വീഡിയോ കാണിച്ചുകൊണ്ട് ദോജി അവനോട് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. എല്ലാം കൂടി സാവോൻ ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ്. 10 മണിയായപ്പോൾ തന്നെ അവന് കോൾ വരുന്നുണ്ട്. അവൻ കുറേ സമയം അറ്റൻഡ് ചെയ്യാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് അവസാനം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് അപ്പോൾ തന്നെ കട്ട് ചെയ്യുന്നു. ഹീജു നഴ്സിംഗ് ഹോമിൽ നിന്ന് മടങ്ങുന്ന വഴി വണ്ടി ഒതുക്കിയാണ് അവനെ വിളിച്ചത്. അവനെന്താണ് ഇങ്ങനെ കോൾ കട്ട് ചെയ്തത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ വീണ്ടും വിളിക്കുന്നു. രണ്ടാമത് അവൻ ഫോൺ എടുത്തപ്പോൾ കോൾ കട്ട് ചെയ്യരുത് എന്ന് അവൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇനി നീ കട്ട് ചെയ്താൽ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊരു ഭീഷണി പോലെ അവൾ പറയുന്നുണ്ട്. നിനക്ക് എന്നോട് സംസാരിക്കണമെന്ന് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വിളിക്ക്. അതുവരെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇവനിത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഹിജു പിന്നെയും അവൻ്റെ ഫോണിലേക്ക് കുറേ തവണ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ഒരു ഷോപ്പിന് മുന്നിൽ വണ്ടി ഒതുക്കിയിട്ടായിരുന്നു അവൾ വിളിച്ചത്. അവൾ അവിടെ ഇറങ്ങി കുറച്ച് വെള്ളം വാങ്ങി കുടിക്കുകയും കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കുറേ നേരം ബെല്ലടിച്ച ശേഷമാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത്. ഇത്തവണ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ തൊട്ടടുത്ത് സീറ്റിലിരുന്ന് സംസാരിക്കുന്നത് പോലെ അവൾ ഇമാജിൻ ചെയ്യുന്നു. അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, നല്ലോണം ആലോചിച്ച് ബുദ്ധിപൂർവ്വം വേണം സംസാരിക്കാൻ എന്നൊക്കെ അവൾ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ നീ വെയിറ്റ് ചെയ്തതുപോലെ ഇനി മുതൽ ഞാൻ പറയുന്നതനുസരിച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ കുറേ കാലം വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ നിനക്കൊരു എല്ലൊക്കെ ഇട്ട് തന്നാലോ എന്ന് നായയോട് പറയുന്നത് പോലെ അവൻ പറയുന്നു. അവൾക്ക് ദേഷ്യം സഹിക്കവയ്യാതെ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട്, ഞാനിതെല്ലാം കേട്ട് പ്രതികരിക്കാതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കരുത്, അവസാനം നീ ചെയ്യുന്നതോർത്ത് നീ ദുഃഖിക്കരുത് എന്നൊക്കെ അവന് വാണിംഗ് കൊടുക്കുന്നു. സത്യത്തിൽ സാവോൻ ഫോണിലൂടെയാണല്ലോ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവളുടെ ഇമാജിനേഷൻ മാത്രമാണ്. ഈ സമയത്താണ് ഫോണിന്റെ മറുതലക്കിൽ നിന്ന് ഭയങ്കരമായൊരു പൊട്ടിത്തെറി കേട്ടത്. അതിന്റെ ഒച്ച കാരണം അവൾ ചെവി പൊത്തി പോകുന്നുണ്ട്. കോൾ കട്ടാവുകയും ചെയ്തിരുന്നു. അവൾ വീണ്ടും അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുന്നു. അവന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊരു ചിന്ത അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവൾക്കതിനെക്കുറിച്ച് അറിയാൻ ഒരു വഴിയുമില്ല. വീട്ടിലെത്തി അവൻ അവിടെ ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്യുന്നു. പക്ഷെ അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരുന്നതിനാൽ അവൾ വീണ്ടും അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ എടുക്കുന്നില്ല. അവൾ റൂമിലേക്ക് പോവാതെ അവനെ വെയിറ്റ് ചെയ്ത് ഹാളിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഉണർന്ന ഉടൻ അവൾ TV ഓണാക്കി ന്യൂസ് വെക്കുന്നു. കുറച്ച് വെള്ളമെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് TVയിലെ ന്യൂസിൽ അവൻ്റെ ഓഫീസിൽ തലേദിവസം രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ ഒരു സ്ഫോടനമുണ്ടായതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അവൾ കാണുന്നത്. കറുത്ത ഡ്രസ്സ് ധരിച്ച ഒരാൾ പിസ്സ ഡെലിവർ ചെയ്യാൻ എന്നതുപോലെ വന്ന് അതുമായി അവൻ്റെ ഓഫീസിലേക്ക് കയറുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും ന്യൂസിൽ കാണിക്കുന്നു. വന്നയാളെ കണ്ടപ്പോൾ തന്നെ കിഡ്നാപ്പ് ചെയ്ത ആളാണോ അത് എന്ന് ഹീജു സംശയിക്കുന്നുണ്ട്. സ്ഫോടനം നടത്തി എന്ന് സംശയിക്കപ്പെടുന്ന ആൾ ഇതിനു മുമ്പും പലതവണ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോളുകൾ ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവായി അവൾ സാവോനോട് സംസാരിക്കുന്ന ഒരു റെക്കോർഡിങ്ങും അവർ പുറത്തുവിടുന്നു. അത് കേട്ടപ്പോഴാണ് ഹീജു ശരിക്കും ഷോക്കായത്. അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് ഒക്കെ താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. ആ കോൾ ചെയ്തത് താനാണെങ്കിലും ഇങ്ങനെ ഒരു സ്ഫോടനം താൻ നടത്തിയിട്ടില്ലല്ലോ എന്ന് അവൾ പേടിയോടെ ചിന്തിക്കുന്നു. പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിൽ എന്നൊക്കെ അവൾ പേടിച്ച് നിൽക്കുമ്പോഴാണ് സാവോൻ ഡോർ തുറന്ന് അകത്തേക്ക് വന്നത്. ആകെ ടയേർഡ് ആയതുപോലെയാണ് അവന്റെ കോലം. ഡ്രസ്സ് മുഴുവൻ കരിയൊക്കെ പറ്റിയിരിക്കുന്നു. അതേപോലെ ശരീരത്തിൽ അവിടെ ഇവിടെയുമൊക്കെ ചെറിയ പരിക്കുകളുമുണ്ട്. അവൾ അവിടെ നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവന്റെ വരവ് കണ്ടപ്പോൾ പേടിച്ച് അവൾ പുറകിലേക്ക് നീങ്ങുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ചെന്ന് ഇടിച്ച് നിൽക്കുന്നു. അവൻ അടുത്ത് ചെന്ന് അവളെ പൊക്കി ഡൈനിങ് ടേബിളിലേക്ക് ഇരുത്തിയിട്ട് രൂക്ഷമായി നോക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാൻ വയ്യാത്ത ഒരു ഹീജു ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ എന്റെ മുന്നിൽ ഉള്ള ഒരേ ഒരു തുമ്പ് നീ മാത്രമാണ്. അതുകൊണ്ട് സഹകരിക്കണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ പാവാട പിടിച്ചു പൊക്കാൻ തുടങ്ങുന്നു. അവൾ വേഗം അതിൽ കയറി പിടിക്കുന്നുണ്ട്. കാലിലെ മറുക് ചെക്ക് ചെയ്യാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അങ്ങനെ ബലം പ്രയോഗിച്ച് തടയുന്നത് കണ്ടിട്ട്, നീ സ്വന്തമായി കൈ മാറ്റുന്നോ അതോ ഞാൻ ബലം പ്രയോഗിക്കണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്ത് മറുപടി നൽകണം എന്നൊന്നും അറിയാതെ ഹീജു അവനെ നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് എവിടെ തീർന്നെങ്കിലും ഒരു വാൽ കഷ്ണം പോലെ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം കൂടി കാണിക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് സാവോന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേ ദിവസം രാത്രി നീന വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയക്കുന്നു. പക്ഷേ അക്കാര്യം അവളായിട്ട് വീട്ടിൽ പറയില്ല. അവൻ വിവാഹം വേണ്ടെന്ന് വെച്ച രീതിയിൽ വേണം ഇക്കാര്യം അവതരിപ്പിക്കാൻ എന്നുകൂടി അവൾ പറയുന്നുണ്ട്. അവനങ്ങനെ പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ അവൻ്റെ ഫാമിലി സീക്രട്ട് മുഴുവൻ പബ്ലിഷ് ചെയ്യും എന്നൊരു ഭീഷണി കൂടി അവൾ നൽകുന്നുണ്ട്. ആ സമയത്ത് ഹീജുവിൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ചാണ് അവൻ ചോദിച്ചത്. ഹീജുവിനെ മറ്റൊരു ബിസിനസ് ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നൊരു വാർത്ത അവൻ കേട്ടിരുന്നു. അത് സത്യം തന്നെയാണോ എന്ന് അവൻ ഇനയോട് ചോദിക്കുന്നു. വാർത്ത സത്യം തന്നെയാണ്. ഞങ്ങളെപ്പോലെയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഒരിക്കലും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുമായിട്ടാണ് അവളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്.
അവളുടെ അമ്മയെ പോലെ ഒരാൾ മാത്രമേ തൻ്റെ മകളെ അവനെ പോലെ വൃത്തികെട്ട ഒരാൾക്ക് നൽകാൻ തയ്യാറാവുകയുള്ളൂ എന്നൊക്കെ ഇന അവന് റിപ്ലൈ നൽകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ തങ്ങളുടെ വിവാഹം അടുത്ത ദിവസം നടക്കട്ടെ എന്ന് അവൻ പറഞ്ഞത്. പക്ഷേ ബ്രൈഡിനെ മാത്രം സ്വിച്ച് ചെയ്യാം, അവൾക്ക് പകരം അവളുടെ അനിയത്തിയായ ഹീജുവിനെ വധുവായി അയച്ചാൽ മതിയെന്ന് സാവൺ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഇങ്ങനെയാണ് ഹീജുവുമായിട്ടുള്ള അവൻ്റെ വിവാഹം നടന്നത്. ഇന വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ അവൾക്ക് പകരമായിട്ട് ഹീജുവിനെ സജസ്റ്റ് ചെയ്തത് സാവൺ തന്നെയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.